സൗഹൃദം പ്രണയമായി മാറുന്ന പരിണാമഘട്ടം. ഒരുമിച്ചൊരു ഒഴുക്കാണ്, ഒഴുകുകയാണെന്നറിയാം, എങ്ങോട്ടാണെന്നറിയാം. എന്നാൽ പരസ്പരം അതിനെക്കുറിച്ച് സംസാരിച്ചെന്ന് പോലും വരില്ല. അങ്ങനെ അതിസ്വാഭാവികമായ ഒന്നായിരുന്നു ഞങ്ങളുടെ പ്രണയം. ഈ ഭൂമിയിലെ സകല പെണ്ണുങ്ങൾക്കും അവരാൽ സ്നേഹിക്കപ്പെട്ടവർക്കും. ഞാനിത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വീഡിയോസും അറിയാൻ ആഗ്രഹിക്കുന്ന വീഡിയോസും അശ്വതി ശ്രീകാന്തിന്റെ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാണ്ട്, ഒരു ഇന്റർവ്യൂ ആണ് മിസ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കാളിയുടെ പുസ്തകം വന്ന സമയത്ത് ഇത് വാങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇത് വാങ്ങിയതും അതേ എക്സൈറ്റ്മെന്റോടെയാണ്, വായിച്ചു തുടങ്ങിയതും വായിച്ചു തീർന്നതും അതേ എക്സൈറ്റ്മെന്റ് തന്നെയാണ്. ഇത് ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്. ഇതിൽ 9 ചെറുകഥകളാണ് ഉള്ളത്. ഈ ചെറുകഥകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇത് പല പല സാഹചര്യങ്ങളിലുള്ള പല കഥാപാത്രങ്ങളുള്ള കഥകളായിരിക്കും. കഥകൾ തമ്മിൽ വലിയ ബന്ധമൊന്നും ഉണ്ടായി കാണുന്നില്ല. പക്ഷെ എങ്കിൽ കൂടെ ഈ ഒരു കഥയുടെ ആകേണ്ട രീതിയും ഒരുപാട് പെണ്ണുങ്ങളുടെ കഥകളൊക്കെ എന്തോ ഒന്ന് ഇങ്ങനെ നമ്മളെ ഇത് വായിക്കാൻ വേണ്ടിയിട്ട്, വായിച്ചു തീരാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വലിക്കുന്നുണ്ട്. പല പെൺഭാവങ്ങളുണ്ട് ഇതില്, പല കഥാപാത്രങ്ങളുണ്ട്. പലരും വരുന്നത് പല സാഹചര്യങ്ങളിൽ നിന്നാണ്. ചിലര് സ്നേഹിക്കാൻ കൊതിക്കപ്പെടുന്നവരുണ്ട്, പ്രണയത്തിലായവരുണ്ട്. ചിലർ പ്രണയമായിരുന്നു, അതൊരു തുറക്കലായിരുന്നു എന്ന് സംശയിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ പല പെൺഭാവങ്ങൾ ഈ കഥയിലുണ്ട്. അതുപോലെ കാളി എന്ന് തലക്കെട്ട് ഇന്ന് ഈ പുസ്തകത്തിന്റെ പേര് വളരെ നന്നായിട്ട് ചേരുന്നുണ്ട്. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എഴുത്താണ്. അതുകൊണ്ട് തന്നെ ഏത് തുടക്കക്കാർക്കും വായിക്കാൻ പറ്റിയ എഴുത്ത് തന്നെയാണ് ഇതുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം സിത്താര എന്ന ആദ്യ താരയുടെ കഥയാണ്. അതിൽ വന്നിട്ടുള്ള കഥയുടെ പോക്ക് എനിക്ക് ശരിക്കും അത് വായിച്ച് തീരുന്ന വരെ, അത് വായിച്ച് തീരുന്ന സമയത്ത് അയ്യോ തീർന്നല്ലോ എന്നാണ് ആലോചിച്ചത്.